ഹായ് ഓൾ, വെൽക്കം ടു വൺസ് കോച്ചിങ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്കണോമിക്സ് ഫോർ എഞ്ചിനീയേഴ്സ് എന്ന ടോപ്പിക്കിലെ മൊഡ്യൂൾ 1-ലെ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ എക്കണോമിക്സ് ഫോർ എഞ്ചിനീയേഴ്സ് എന്ന സബ്ജക്റ്റിൽ ഈ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ വാട്ട് ഇസ് ഇലാസ്റ്റിസിറ്റി? എന്താണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ? ഇലാസ്റ്റിസിറ്റി എന്നുള്ള ടേം കൊണ്ട് എന്തിനാ ഡിനോട്ട് ചെയ്യുന്നത്? ഒരു ഇലാസ്റ്റിസിറ്റി മീൻസ് ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ഒരു ഫ്ലക്ച്വേഷൻ അല്ലെ, അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ പ്രൈസിൽ ഇലാസ്റ്റിസിറ്റി വരാം, അല്ലെങ്കിൽ നമുക്ക് ഇൻകത്തിൽ ഇലാസ്റ്റിസിറ്റി വരാം. അപ്പൊ എന്തെങ്കിലും ഒരു ചേഞ്ചിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ. ഇപ്പം പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസിൽ വരുന്ന ചേഞ്ച്. ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകത്തിൽ വരുന്ന ചേഞ്ച്. സോ നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് നമ്മളുടെ ആ ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ ആ ചേഞ്ച്, അത് എങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നത്? ഓവർ എ ഗിവൺ ടൈം പീരീഡ്. ആ ഒരു ടൈം പീരീഡിൽ എന്തുമാത്രം ആ ഒരു ചേഞ്ച് വന്നു, ആ ഒരു പ്രൈസിന് ചേഞ്ച് വന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഗോൾഡിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 2015 മുതൽ 2020 കൺസിഡർ ചെയ്യുമ്പം അതിന്റെ പ്രൈസ് എന്തുമാത്രം ഫ്ലക്ച്വേഷൻ വന്നു, അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് എന്തുമാത്രം ചേഞ്ച് വന്നു, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ നമുക്ക് എന്താ നോക്കാം. Elasticity is a measure of how buyers and sellers respond to change in market condition. അപ്പം ബയേഴ്സും സെല്ലേഴ്സും ഒക്കെ ആ ചേഞ്ചിനെ എങ്ങനെയാണ്, മാർക്കറ്റ് കണ്ടീഷനിലെ ഓരോ ചേഞ്ചസിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ചേഞ്ച് വരുന്നതിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. So, in business and economics, elasticity is usually used to describe how much demand for a product changes as its price increases or decreases. നമ്മൾ യൂഷ്വലി പ്രൈസ് ഇലാസ്റ്റിറ്റി ആണ് പറയുന്നത്. അപ്പൊ ഈ പ്രൈസിന്റെ ചേഞ്ച്, അതായത് പ്രൈസ് കൂടുന്നതും കുറയുന്നതും കാരണം എത്രമാത്രം നമുക്ക് ചേഞ്ച് ആണ് ഡിമാൻഡിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ സാധാരണയായിട്ടും നോക്കുന്നത്. ഇലാസ്റ്റിറ്റി ഈസ് എ ജനറൽ മെഷർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇതിന്റെ ഡെഫിനേഷൻ ആണ്. Elasticity definition ആണ്. Elasticity is a general measure of the responsiveness of an economic variable in response to a change in another economic variable. Economists utilize elasticity to gauge how variables affect each other. അതായത് നമ്മുടെ ഒരു സാധനത്തിന്റെ ചേഞ്ച് വേറൊരു സാധനത്തെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു. സോ ദ ചേഞ്ച് ഓഫ് വൺ കമ്മോഡിറ്റി വിൽ affect the other commodity. How these change will affect. ഈ രണ്ട് കമ്മോഡിറ്റീസിന്റെയും ചേഞ്ച് എങ്ങനെയാണ് പരസ്പരം ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇലാസ്റ്റിസിറ്റിയിൽ പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ ഒരു സാധനത്തിന്റെ പ്രൈസിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലേ, എങ്ങനെയാണ് ഒരു സാധനത്തിന്റെ പ്രൈസ് കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് അതിന്റെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ പ്രൈസ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ അതിന്റെ ഡിമാൻഡ് എങ്ങനെയാണ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് എന്നുള്ളതിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. So, elasticity is a general measure of the responsiveness of the economic variable response to change in another economic variable. ഒരു എക്കണോമിക് വേരിയബിളിന്റെ ചേഞ്ച് കാരണം എങ്ങനെയാണോ വേറൊരു എക്കണോമിക് വേരിയബിൾ ചേഞ്ച് ആവുന്നത്, അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സോ ഇൻ 3 മേജർ ഫോംസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആർ. ഇത് മെയിൻ ആയിട്ട് 3 രീതിയിലുള്ള ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഏതൊക്കെയാണ്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആൻഡ് ഇൻകം ഇലാസ്റ്റിസിറ്റി. അപ്പം പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് എന്താണ്? ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പൊ നമ്മൾ ഇത് 3 ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇലാസ്റ്റിസിറ്റിയുടെ ടേംസ്. 3 ടൈപ്സ് ആയിട്ടാണ് ഇലാസ്റ്റിസിറ്റിയെ കാറ്റഗറൈസ് ചെയ്യുന്നത്. 1 പ്രൈസ് ഇലാസ്റ്റിസിറ്റി, 2 ഇൻകം ഇലാസ്റ്റിസിറ്റി, 3 ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു വേരിയബിൾ എങ്ങനെയാണ് ഒരു വേരിയബിളിന്റെ ചേഞ്ച് വേറൊരു എക്കണോമിക് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എന്തിൽ പറയുന്നത്? ഇലാസ്റ്റിസിറ്റിയിൽ പറയുന്നത്. സോ ഇലാസ്റ്റിസിറ്റി നമ്മുടെ ഒരു പിക്ടോറിക്കൽ റെപ്രസെന്റേഷൻ കാണിച്ചു എന്നേ ഉള്ളൂ. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇനി അടുത്തത് ഫസ്റ്റ് വൺ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. Price elasticity of demand demonstrate how a change in price, കണ്ടോ, change in price affect the quantity demanded. അപ്പോൾ നമ്മുടെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, എന്തുമാത്രം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് വരുന്നു. It is computed as the percentage change in quantity demanded over the percentage change in price and will commonly result in a negative elasticity because of the law of demand. അപ്പൊ എന്താണ്? നമ്മളുടെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ സാധനങ്ങളുടെ ക്വാണ്ടിറ്റി നമ്മൾ കുറയ്ക്കുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ഒരു ചേഞ്ച് വന്നല്ലോ,
ഓക്കെ, ഇനി നമ്മൾ അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്നാണ് ഇവിടെ പറയുന്നത്. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇത് ചോദിക്കാം. ഏതൊക്കെയാണ് 3 ടൈപ്സ് ഓഫ് ഇലാസ്റ്റിറ്റി? പ്രൈസ് ഇലാസ്റ്റിറ്റി, ക്രോസ് പ്രൈസ് ഇലാസ്റ്റിറ്റി, ഇൻകം ഇലാസ്റ്റിറ്റി. ഇത് 8 മാർക്സ് ക്വസ്റ്റ്യൻ, എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് ഓരോന്നും നമ്മൾ അതിന്റെ ഡെഫിനിഷൻ പറയണം. ഇലാസ്റ്റിറ്റി എന്താന്ന് പറയണം, അതിന്റെ 3 ടൈപ്സ് ഏതാന്ന് പറയണം, അതിന്റെ ഡെഫിനിഷൻ പറയണം, പിന്നെ ഈ ഇക്വേഷനും പറയണം. സോ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. എത്രമാത്രം പെർസെൻറ്റേജ് ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. Next one, the larger the price elasticity of demand, the more responsive quantity demanded is given a change in price. When the price elasticity of demand is greater than 1, the good is considered to demonstrate elastic demand. അതായത് when the quantity demanded drops to 0 with a rise in price, it is said to demand is a perfectly elastic. The price elasticity of good increases, there is a corresponding quantity effect where fewer units are sold and therefore reducing revenue. ഇതായത് പല ടൈപ്സ് ആ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ഗുഡ്സിന്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കൂടുന്നു, ഗുഡ്സിന്റെ പ്രൈസ് കുറയുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയുന്നു, ഗുഡ്സിന്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡിനുള്ള ഫ്ലക്ച്വേഷൻ വരുന്നു. ഇതിനെയാണ് പല ടൈപ്സിലിനകത്ത് പറയുന്നത്. അതായത് പ്രൈസ് ഇലാസ്റ്റിറ്റിയെ എന്താണ്, ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്നൊക്കെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. എന്താണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്? വെൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്രോപ്സ് ടു 0, അതായത് നമ്മുടെ പ്രൈസ് ചെറുതായിട്ടൊന്ന് പ്രൈസ് കൂടുമ്പോൾ നമ്മളുടെ ഡിമാൻഡ്, അതായത് ഒട്ടും നമ്മൾ ആ സാധനം വാങ്ങിക്കാതെ വരുവാണെങ്കിൽ നമ്മൾ അതിനെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ചെറുതായിട്ടൊരു പ്രൈസ് ഹൈക്ക് വരുമ്പോൾ നമ്മൾ ആ സാധനം പിന്നെ വാങ്ങിക്കുന്നേ ഇല്ല, ആൾക്കാർ വന്ന സാധനം വാങ്ങിക്കുന്നേ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്നാണ് പറയുന്നത്. Okay, if the price of an elastic good increases, there is a corresponding quantity effect when fewer units are sold and therefore reducing revenue. അതായത് പ്രൈസ് കൂടുമ്പം അതിന്റെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി സാധനങ്ങൾ നമ്മുടെ ക്വാണ്ടിറ്റി അഫക്റ്റ് ചെയ്യും. അപ്പൊ കുറച്ച് യൂണിറ്റ് സാധനങ്ങൾ മാത്രമേ അവിടെ ചെലവാവുള്ളൂ. സോ അവിടെ എന്താണ്, അവരുടെ റവന്യൂ കുറയുന്നു. ഓക്കെ, സോ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. നെക്സ്റ്റ് വൺ, കാൽക്കുലേഷൻ ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ത്രൂ മിഡ് പോയിന്റ് മെത്തേഡ്. എങ്ങനെയാണ് മിഡ് പോയിന്റ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ് പറഞ്ഞു. ഇനി ഒന്ന് മിഡ് പോയിന്റ് മെത്തേഡിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? The midpoint method is a commonly used technique to calculate the percentage change of price. The primary difference is that it calculates the percentage change of quantity demanded and price change in relative to their average. നമ്മൾ എപ്പോഴും എന്താണ്, അതിന്റെ ആവറേജ് എടുക്കും അല്ലെ, അതിന്റെ ക്വാണ്ടിറ്റി എത്ര ചേഞ്ച് ചെയ്തോ അതിന്റെ ആവറേജ് ഡിവൈഡഡ് ബൈ പ്രൈസ് എത്ര ചേഞ്ച് ചെയ്തോ അതിന്റെ ആവറേജ്. അതാണ് ഈ ഒരു ഇക്വേഷനകത്ത് പറയുന്നത്. സോ ഇതാണ് ക്വാണ്ടിറ്റിയുടെ ആവറേജ്, ആവറേജ് ഓഫ് ക്വാണ്ടിറ്റി. ഇത് ആവറേജ് ഓഫ് പ്രൈസ്. ഓക്കെ, സോ ഇതാണ് ആവറേജ്. അതായത് Q2 മൈനസ് 2 ക്വാണ്ടിറ്റി ആണ്, അതായത് Q2 ആൻഡ് Q1. ഇതായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ക്വാണ്ടിറ്റി, പിന്നെ പ്രൈസ് കൂടിയപ്പോൾ ക്വാണ്ടിറ്റി Q2 ആയി. എന്നിട്ട് അതിന്റെ ആവറേജ് ഡിവൈഡഡ് ബൈ P1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഉണ്ടായിരുന്ന പ്രൈസ്, പിന്നെ കൂടിയ പ്രൈസ് P2 എന്ന് പറഞ്ഞാൽ കൂടിയ പ്രൈസ്, ഇനി അതിന്റെ ആവറേജ്. അപ്പൊ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിഡ് പോയിന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. മിഡ് പോയിന്റ് മെത്തേഡിൽ നമ്മൾ പ്രൈസ് ഇലാസ്റ്റിറ്റി കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് വൺ, ക്രോസ് പ്രൈസ് ഇലാസ്റ്റിറ്റി. നമ്മൾ ആദ്യം പഠിച്ചത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, രണ്ടാമത്തത് ക്രോസ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. The cross price elasticity of demand measures how the demand for one good impacted by a change in price of another good. ഒരു ഗുഡിന്റെ പ്രൈസ്, ഒരു എ എന്ന് പറഞ്ഞൊരു ഗുഡിന്റെ പ്രൈസ് കൂടുമ്പം അതെങ്ങനെയാണ് മറ്റേതിന്റെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുക. ക്രോസ് പ്രൈസ്, അതായത് ഒരു സാധനത്തിന്റെ പ്രൈസ് കൂടുമ്പോൾ മറ്റേതിന്റെ ഡിമാൻഡിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്രോസ് പ്രൈസ് ഇലാസ്റ്റിറ്റിയിൽ പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻ നോക്കിക്കേ. ക്രോസ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് ഈക്വൽ ടു percentage of quantity demanded of good A divided by percentage change in price in good B. അതായത് ഗുഡ് ബി, ഈ ബിയുടെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഈ എയുടെ ക്വാണ്ടിറ്റിയിൽ എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത് എന്നുള്ളതാണ് എന്തിൽ പറയുന്നത്, ക്രോസ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിൽ പറയുന്നത്. അതായത് ഏതിന്റെ പ്രൈസാണ് കൂടിയത്, 2 കമ്മോഡിറ്റി ആയിരുന്നു എയും ബിയും. അതിൽ ബിയുടെ വില കൂടിയപ്പം എയുടെ ഡിമാൻഡിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്രോസ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്.
ഇനി ഇഫ് ദ ക്രോസ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ബിറ്റ്വീൻ ടു ഗുഡ്സ് ഈസ് പോസിറ്റീവ്, ക്രോസ് പ്രൈസ് ഇലാസ്റ്റിറ്റി പോസിറ്റീവ് ആവുന്ന എപ്പോഴാണ്? ദ ഇംപ്ലൈസ് ദാറ്റ് ദ ടു ഗുഡ്സ് ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. രണ്ട് ഗുഡ്സും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു, ടീയും കോഫിയും. ടീക്ക് വില കൂടുമ്പോൾ കോഫിയുടെ ഡിമാൻഡ് കൂടും. അപ്പൊ ടീക്ക് പകരം നമുക്ക് കോഫി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളപ്പോഴാണ് നമുക്ക് എന്താണ് ഈ ക്രോസ് പ്രൈസ് ഇലാസ്റ്റിറ്റി പോസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റുന്നത്. അതായത് ഗുഡ് എ ആൻഡ് ഗുഡ് ബി, ഇഫ് ദ പ്രൈസ് ഓഫ് ഗുഡ് ബി റൈസസ് ദ ഡിമാൻഡ് ഫോർ ഗുഡ് എ ഇൻക്രീസസ്. അതായത് ഗുഡ് ബിയുടെ പ്രൈസ് കൂടുമ്പോൾ എയുടെ ഡിമാൻഡ് ആണ് കൂടുന്നതെങ്കിൽ നമ്മൾ അതിനെ ക്രോസ് പ്രൈസ് ഇലാസ്റ്റിറ്റി പോസിറ്റീവ് ആണെന്ന് പറയും. ഇനി ഓൺ ദ കോൺട്രറി, ഇഫ് ദ അഫോർമെൻഷൻ ഗുഡ്സ് വെർ കോംപ്ലിമെന്റ്, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന് പകരം കോംപ്ലിമെന്റ് ഗുഡ്സ് ആണെങ്കിൽ എന്ത് പറ്റും? വെൻ ദ പ്രൈസ് ഓഫ് ഗുഡ് ബി ഇൻക്രീസസ് ദ ഡിമാൻഡ് ഓഫ് ഗുഡ് എ ഷുഡ് ഡിക്രീസ്. കോംപ്ലിമെന്ററി ഗുഡ്സ് ആണെങ്കിൽ എന്താണ്? കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാമ്പിൾ പറഞ്ഞാല് ടീ പൗഡറും ഷുഗറും. ടീ പൗഡറിന്റെ വില കൂടുന്നതിനനുസരിച്ച് ഷുഗറിന്റെയും വില കൂടും. അപ്പം കോംപ്ലിമെന്ററി ഗുഡ്സ് ആണെങ്കിൽ എന്താണ്? ബി എന്ന് പറഞ്ഞ സാധനത്തിന്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് എയുടെ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, സോ അവിടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇനി അടുത്തതാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി. ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. എന്താണ് ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്? ഇൻകം കൂടുന്നതിനനുസരിച്ച് എങ്ങനെയാണ് ഡിമാൻഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതെന്നാണ് ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനകത്ത് പറയുന്നത്. So, the income elasticity of demand is defined as a measure of percentage change of the quantity demanded of a good in reference to change in consumers' income. കണ്ടോ, കൺസ്യൂമേഴ്സിന്റെ ഇൻകം അനുസരിച്ച് എങ്ങനെയാണ് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിൽ പറയുന്നത്. സോ ഇനി ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻകം. ഇവിടെ പ്രൈസിന് പകരം എന്താണ്? ഇൻകം എന്നുള്ള ടേം ആണ് യൂസ് ചെയ്യുന്നത്. ഇൻകം എത്ര ഡിഫറൻസ് വരുന്നോ അതനുസരിച്ച് എന്തോരം ക്വാണ്ടിറ്റി നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി ഇഫ് ദ ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് പോസിറ്റീവ്, ഇനി അത് എപ്പോഴാണ് പോസിറ്റീവ് ആവുന്നത്? ദ ഗുഡ് ഈസ് കൺസിഡേർഡ് ടു ബി നോർമൽ ഗുഡ്സ്. നോർമൽ ഗുഡ് ആണെങ്കിൽ നമ്മളുടെ ഇൻകം ഇലാസ്റ്റിറ്റി പോസിറ്റീവ് ആവും. എന്താണ് നോർമൽ ഗുഡ്സ്? നമ്മുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കൂടുവാണെങ്കിൽ നമ്മൾ അതിനെ നോർമൽ ഗുഡ്സ് എന്ന് പറയും. ഇൻകം ഇലാസ്റ്റിറ്റി ഡിമാൻഡ് നെഗറ്റീവ് ആവുന്ന എപ്പോഴാണ്? ദ ഗുഡ് ഈസ് കൺസിഡേർഡ് ടു ബി ഇൻഫീരിയർ ഗുഡ്സ്. ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് വലുതായിട്ട് കൂടുന്നില്ലെങ്കിൽ ആ ഗുഡ്സിനെ നമ്മൾ എന്ത് പറയും? ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയും. സോ അങ്ങനെ ആവുമ്പോൾ ഇൻകം ഇലാസ്റ്റിറ്റി എന്താവും? നെഗറ്റീവ് ആവും. ഇഫ് ദ ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് ഹയർ ദാൻ 1, ദ ഗുഡ് ഈസ് കൺസിഡേർഡ് ടു ബി ഇൻകം ഇലാസ്റ്റിക്. ഇനി ഇൻകം ഇലാസ്റ്റിറ്റി ഒന്നിൽ കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ ഇൻകം ഇലാസ്റ്റിക് എന്ന് പറയും. ഇനി ഇഫ് ദ ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഹയർ ദാൻ 0, സീറോയിൽ കൂടുതലും ഒന്നിൽ കുറവുമാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഇൻകം ഇൻഇലാസ്റ്റിക് എന്ന് പറയും. അതായത് ഇംപ്ലൈയിങ് ദാറ്റ് ഡിമാൻഡ് ഫോർ ഇൻകം ഇൻഇലാസ്റ്റിക് ഗുഡ്സ് റൈസസ് ബട്ട് എ സ്ലോവർ റേറ്റ് ദാൻ ഇൻകം. അതായത് ഇൻകം കൂടുന്നതിനനുസരിച്ച് വളരെ ചെറുതായിട്ട് ഡിമാൻഡ് കൂടുന്നുള്ളെങ്കിൽ നമ്മൾ അതിനെ ഇൻകം ഇൻഇലാസ്റ്റിക് എന്ന് പറയും. ഇൻകം കൂടുന്നതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ അതിന്റെ ഡിമാൻഡ് കൂടുവാണെങ്കിൽ നമ്മൾ അതിനെ ഇൻകം ഇലാസ്റ്റിക് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇലാസ്റ്റിറ്റി എന്നുള്ള ടേം ആണ് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് 3 വേരിയേഷൻസ് അല്ലെങ്കിൽ 3 ടൈപ്സ് നമ്മൾ പറഞ്ഞു. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, ക്രോസ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, പിന്നെ ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഇതിന്റെ ഡെഫിനിഷനും പിന്നെ അതിന്റെ എങ്ങനെയാണ് അതിന്റെ കാൽക്കുലേഷൻ എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിത്ത് ദിസ് വി ആർ കൺക്ലൂഡിംഗ് ദി സെഷൻ. താങ്ക് യു. കീപ് വാച്ചിങ് വൺസ്.